വയനാട് പുൽപ്പള്ളി അമരക്കുനിയിലെത്തിയ കടുവയെ പിടികൂടാനുള്ള ദൗത്യം ഇന്നും തുടരുന്നു. വനപാലക സംഘത്തിന്റെ റഡാർ പരിധിയിലും ഡ്രോൺ പരിശോധനയിലും ഇന്നലെ മുതൽ കടുവയുടെ സാന്നിധ്യമില്ല. കടുവ സഞ്ചാരപഥം മാറിപ്പോയിട്ടുണ്ടാകുമോ എന്ന സംശയത്തിലാണ് വനപാലക സംഘം. കൂടുകൾ ബലപ്പെടുത്തിയും മാറ്റിസ്ഥാപിച്ചുമാണ് ഇന്നും ദൗത്യം തുടരുന്നത്. അതേസമയം ഇത്ര ദിവസമായിട്ടും കടുവയെ പിടികൂടാനാവാത്തതിൽ പുൽപ്പള്ളി ചതലയം റേഞ്ച് ഓഫീസിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തി. കടുവയുടെ ആക്രമണത്തിൽ ആടിനെ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് വനം വകുപ്പ് നഷ്ടപരിഹാരവും നൽകിയിട്ടുണ്ട്. ഡിസ്റ്റർബൻസ് ഒഴിവാക്കിയാൽ തന്നെ ഈ പറയുന്ന കടുവയെ പിടികൂടാനുള്ള ഒരു സാഹചര്യം നമുക്ക് കൂടുതലായിട്ട് നിലനിൽക്കും. ആടുള്ള വീട്ടുകൾ ദയവായി അവരുടെ ആടുകളെ ഒരു 1-2 ദിവസത്തേക്ക് വീടുകളിൽ ബന്ദോബസ്തായിട്ട് വെക്കണമെന്ന് ഒന്നും കൂടി അപേക്ഷിക്കുന്നു. കാരണം തെരുവുവിളക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന വീടിൻ്റെ ആലയിൽ ലൈറ്റ് ഇട്ടതുകൊണ്ട് മാത്രം കാര്യമായില്ല. നിലവിലുള്ള സഹകരണം ഇനിയും തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു.